ഇന്ന് നമുക്ക് വ്യത്യസ്തരായ രണ്ട് മനുഷ്യരെ പരിചയപ്പെടാം. ഇതാണ് പ്രിയാമണി. പ്രായം 42. NCD ക്ലിനിക്കിൽ നടത്തിയ പരിശോധനയുടെ ഫലമായി പ്രീ ഹൈപ്പർ ടെൻഷൻ പീരീഡിലാണ് ഇവർ. അതിനാൽ ഡോക്ടറുടെ നിർദ്ദേശമനുസരിച്ചുള്ള കൃത്യമായ വ്യായാമവും ആഹാരക്രമവും ഇവർ പാലിക്കുന്നു. അധികം ആയാസകരമല്ലാത്ത കൈകൾ വീശിയുള്ള ബ്രിക്സ് വാക്കിംഗ് ആണ് ആരോഗ്യകരമെന്ന ധാരണ പ്രിയാമണിക്കുണ്ട്. ഇത് ഗീതാകുമാരി. ഇരു കൈകളും തെക്കു വടക്ക് വീശി അലസമായി മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്ന് മാത്രം ശ്രദ്ധിച്ച് നടന്നു വരുന്ന ഗീതാകുമാരിയെ നിങ്ങളും കാണുന്നുണ്ടല്ലോ. കൊച്ചു പെൺപിള്ളേരൊക്കെ ഈ പ്രായത്തിൽ എന്തിനാ നടക്കണത്? ഗീതാകുമാരിയും പ്രിയാമണിയും സുഹൃത്തുക്കളാണ്. കണ്ടില്ലേ, ഇതാണ് ഗീതാകുമാരി. സ്വയം തീരുമാനിക്കുന്ന ചിട്ടകൾക്കൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രിയാമണി അങ്ങനെയല്ല. ആരോഗ്യ പരിപാലനത്തിലുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കും. എത്ര റൗണ്ടായി? 2. ഇനിയാ 3. ഞാൻ അവിടുന്ന് നടന്നു വന്നപ്പോഴല്ലേ നമ്മുടെ രമണിയുടെ മോൾ ഒളിച്ചോടിയില്ലേ? അവനെ കണ്ട്. അവന് രാവിലെ നടക്കാറിങ്ങിയിരിക്കുകയാണ്. ഇത് കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. അല്ല, നമുക്ക് പറഞ്ഞു ഇത് കഴിയട്ടെ, ഇത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. എന്തെങ്കിലും മിണ്ടിയും പറഞ്ഞ് നടക്കാന്ന് വിചാരിച്ചപ്പോ അവളുടെ ഒരു മോടാക്കും. അനിയ, മധുരം കൂട്ടി വെള്ളം കുറച്ചൊരു ചായ, ഒരു വട. പ്രിയ, വട വേണോ? വട, പഴംപരി ഉണ്ട്, വാ. ഇപ്പഴാ? ഈ നടക്കണേനിടയ്ക്കാ? വേണ്ട. ഞാൻ കഴിഞ്ഞു. കൂട്ടുകാരിപ്പോഴും നടക്കുന്നല്ല. NCD ക്ലിനിക്കിൽ പോയി നോക്കിയപ്പോ അവള് BP-യുടെ സാധ്യതാ ലിസ്റ്റിലുണ്ടെന്ന്. അതിന്റെ പോക്കാണ്. കേട്ടോ, ഒരു ചായ. ഇത് ടെസ്റ്റ് ഒന്നും ചെയ്തില്ലേ? എന്തിന്? ഞാൻ ഫിറ്റല്ലേ. ഇതൊക്കെ പോയി നോക്കിയാ BP-യും കൊളസ്ട്രോളും ഷുഗറും എല്ലാം ഉണ്ടെന്ന് പറയും. പിന്നെ ഇതുപോലെ ഒന്നും നമുക്ക് ജീവിക്കാൻ പറ്റൂല. ദിവസം നടക്കണുണ്ട്, ഇനി ഒരു റൗണ്ടും കൂടെ നടക്കും. പടയപ്പ പറ്റില്ല, എഴുതി കേട്ടാ. ശരി. അയ്യോ, അല്ല, എന്താ അവിടെ ഒരു ബഹളം? ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടല്ലോ. കേരളത്തിലെ ആരോഗ്യരംഗം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്നാണ് വർദ്ധിച്ചു വരുന്ന ജീവിതശൈലീ രോഗങ്ങൾ. ചിട്ടയായ മരുന്നിനോടൊപ്പം ഘടനാപരമായ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് മാത്രമേ ജീവിതശൈലീ രോഗങ്ങളെ നിയന്ത്രിക്കുവാനും രോഗസങ്കീർണതകൾ ഒഴിവാക്കുവാനും സാധിക്കൂ. മെച്ചപ്പെട്ട രോഗനിയന്ത്രണം എങ്ങനെ സാധിക്കാം? നമുക്ക് നോക്കാം. ആഹാര ക്രമീകരണത്തിൽ കൃത്യമായ സമയത്ത് അല്ലെങ്കിൽ സമയാസമയം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനം. കഴിക്കുന്ന ഭക്ഷണത്തിൽ അന്നജം അഥവാ കാർബോഹൈഡ്രേറ്റ് കുറച്ച് പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി ഉൾപ്പെടുത്തുക. പഴങ്ങളിലും പച്ചക്കറികളിലും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുകയും വൈറ്റമിൻസും മിനറൽസും ലഭ്യമാവുകയും ചെയ്യുന്നു. ഇത് ഇൻസുലിൻ്റെ ശരിയായ പ്രവർത്തനത്തെ സഹായിക്കുന്നു. പ്രമേഹ രോഗികൾക്ക് ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറഞ്ഞ ആപ്പിൾ, പേരയ്ക്ക തുടങ്ങിയ ഫലങ്ങൾ ചെറിയ തോതിൽ കഴിക്കാവുന്നതാണ്. എന്നാൽ പഴുത്ത പഴം, മുന്തിരി, മാങ്ങ തുടങ്ങിയ ഗ്ലൈസീമിക് ഇൻഡെക്സ് കൂടിയ ഫലങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. ചായയിലും പാനീയങ്ങളിലും മധുരം പൂർണ്ണമായും ഒഴിവാക്കുക. പാചകത്തിന് പുറമെ അമിതമായി ഉപയോഗിക്കുന്ന ഉപ്പിന്റെ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കുക. ഉപ്പിലിട്ടത്, പ്രോസസ്സിംഗ് ഫുഡുകൾ, പാക്കറ്റ് ഫുഡുകൾ എന്നിവ ഉപേക്ഷിക്കുകയും ചെയ്യുക. കൊഴുപ്പ് അധികം അടങ്ങിയ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയും ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യുക. രക്തപരിശോധനാ ഫലങ്ങൾ തീയതി ഉൾപ്പെടെ ഒരു ബുക്കിൽ കുറിച്ച് വെക്കുന്ന ശീലം ഉണ്ടാവുന്നത് നന്നായിരിക്കും. പ്രമേഹ രോഗികൾ മാസത്തിലൊരിക്കൽ 10 മുതൽ 12 മണിക്കൂർ വരെ ആഹാരം കഴിക്കാതെയുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പരിശോധന നടത്തണം. പ്രമേഹ ചികിത്സയിലിരിക്കുന്ന വ്യക്തികൾ ആഹാരവും സ്ഥിരമായി കഴിക്കുന്ന മരുന്നും കഴിച്ച് 2 മണിക്കൂറാകുമ്പോഴാണ് PPBS അല്ലെങ്കിൽ ആഹാരത്തിന് ശേഷമുള്ള ബ്ലഡ് ഷുഗർ പരിശോധിക്കേണ്ടത്. ഫാസ്റ്റിംഗ് ലിപ്പിഡ് പ്രൊഫൈൽ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പരിശോധനയ്ക്കായി എത്തുന്ന രോഗികൾ തലേ ദിവസം രാത്രി 10 മണിക്ക് ശേഷം ആഹാരം കഴിക്കാൻ പാടില്ല. പിറ്റേ ദിവസം രാവിലെ പരിശോധന കഴിയുന്നത് വരെ വെള്ളമല്ലാതെ മറ്റു പാനീയങ്ങൾ കുടിക്കാൻ പാടില്ല. ഓരോ വ്യക്തിയുടെയും ആരോഗ്യസ്ഥിതിക്ക് അനുസൃതമായുള്ള വ്യായാമ മാർഗങ്ങൾ കണ്ടെത്തി ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുക. ഒരു ദിവസം കുറഞ്ഞത് 30 മിനിറ്റ് തുടർച്ചയായി വ്യായാമം ചെയ്യുക. ആഴ്ചയിൽ 5 ദിവസം ഏകദേശം 150 മിനിറ്റ് കൃത്യമായി വ്യായാമം ശീലമാക്കുക. 20 മിനിറ്റിൽ കൂടുതൽ ഒരേ ഇരിപ്പ് ഇരിക്കരുത്. ഇരുന്നുള്ള ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ കുറഞ്ഞത് 20 മിനിറ്റ് കൂടുമ്പോഴെങ്കിലും അല്പം എഴുന്നേറ്റ് നടക്കുക.
ജോലി എന്തുമാകട്ടെ, ജോലിക്ക് പുറമെ വ്യായാമത്തിന് സമയം കണ്ടെത്തുന്നത് ഒരു നല്ല ശീലമാണ്. അതുകൊണ്ട് ഒരു നിശ്ചിത സമയം വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കുക. ഘട്ടം ഘട്ടമായി വ്യായാമ സമയം കൂട്ടുക. ശാരീരിക ബുദ്ധിമുട്ടുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വ്യായാമങ്ങൾ ചെയ്യുവാൻ ശ്രദ്ധിക്കുക. മരുന്നിൻ്റെ പേര്, ഉപയോഗം, പാർശ്വഫലങ്ങൾ, ബ്രാൻഡ് പേരുകൾ തുടങ്ങിയവ രോഗി അറിഞ്ഞിരിക്കേണ്ടത് നല്ലതാണ്. കഴിക്കുന്ന മരുന്നുകളുടെ പട്ടിക കയ്യിൽ സൂക്ഷിക്കുക. മരുന്നുകൾ പൂർണ്ണമായും കയ്യിൽ തീർന്നു പോകുന്നവരെ കാത്തു നിൽക്കാതെ വേണ്ട അളവിൽ കയ്യിൽ കരുതുക. യാത്രകളിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കുന്നതിന് മരുന്ന് അധികമായി കരുതുന്നതാണ് നല്ലത്. യാത്ര ചെയ്യുമ്പോൾ മരുന്നും കുറിപ്പടികളും കയ്യിൽ കരുതുക. മരുന്ന് കഴിക്കുന്നത് മറന്നു പോകാതിരിക്കുവാനായി മൊബൈൽ ഫോണിൽ റിമൈൻഡർ അലാറം സെറ്റ് ചെയ്ത് വയ്ക്കുകയോ മരുന്ന് കലണ്ടർ സൂക്ഷിക്കുകയോ മരുന്ന് പെട്ടി അഥവാ പിൽ ബോക്സ് വാങ്ങി വയ്ക്കുകയോ ചെയ്യാം. ഡോക്ടറുടെ അനുമതിയില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളും ഔഷധ ചികിത്സകളും കഴിവതും ഒഴിവാക്കുക. ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം മരുന്നുകളിലൂടെയുള്ള ചികിത്സയാണ് പ്രധാനം. ഓരോ വ്യക്തിയുടെയും രോഗാവസ്ഥയ്ക്കും ശാരീരികാവസ്ഥയ്ക്കും അനുസരിച്ച് മരുന്നുകളും അവയുടെ എണ്ണവും വ്യത്യസ്തമാകാം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ മരുന്നുകൾ തുടങ്ങരുത്. കൃത്യസമയത്ത് കൃത്യമായ അളവിൽ മരുന്നുകൾ കഴിക്കുകയും സ്വയം ഡോസ് വ്യത്യാസപ്പെടുത്താതിരിക്കുകയും ചെയ്യുക. മരുന്ന് കഴിക്കുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളോ പാർശ്വഫലങ്ങളോ വന്നാൽ സ്വയം ചികിത്സയ്ക്ക് മുതിരാതെ ഡോക്ടറെ കാണുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നിന്റെ ഡോസ് മാറ്റുകയോ മറ്റു മരുന്നുകളിലൂടെ ചികിത്സ തുടരുകയോ ചെയ്യുക. പുകയിലെ മദ്യപാനം ശീലങ്ങൾ പൂർണ്ണമായും ഉപേക്ഷിക്കുക. അതിനായി ലഹരി വിമുക്ത കേന്ദ്രങ്ങളിലോ ആരോഗ്യ പ്രവർത്തകരെയോ സമീപിക്കുവാൻ മടി കാണിക്കരുത്. 8 മണിക്കൂറെങ്കിലും നന്നായി ഉറങ്ങുക. മാനസിക സമ്മർദ്ദം കുറച്ച് മാനസികാരോഗ്യം നിലനിർത്തുക. നിശ്ചിത ഇടവേളകളിൽ ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമാവുക. അമിതവണ്ണവും അരവണ്ണവും കുറച്ച് നിർത്തുന്നത് വളരെ പ്രധാനമാണ്. നമ്മുടെ കുട്ടികളെ ചെറുപ്പകാലം മുതൽക്കേ ആരോഗ്യകരമായ ജീവിതശൈലി പഠിപ്പിക്കുക. രോഗരഹിതമായ തലമുറയെ സമ്മാനിക്കുക. മറവി, അശ്രദ്ധ, ബോധപൂർവമായ ഒഴിവൊഴികൾ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ജീവിതശൈലി രോഗങ്ങളുടെ നിയന്ത്രണത്തിന് വിഘാതമാകുന്ന ഘടകങ്ങൾ. ഇതിൽ ജീവിതശൈലി രോഗങ്ങൾ കൃത്യമായി നിയന്ത്രിക്കണമെങ്കിൽ കുടുംബത്തിൻ്റെ ശക്തമായ പിന്തുണ രോഗികൾക്കുണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഉദാഹരണമായി കൃത്യസമയത്ത് ആഹാരം അവർക്ക് കഴിക്കാൻ എത്തിച്ചു കൊടുക്കുക. പ്രത്യേകിച്ചും ഇൻസുലിൻ പോലുള്ള മരുന്നുകൾ എടുക്കുന്ന രോഗികൾക്ക് ഇൻസുലിൻ എടുക്കുന്നതോടൊപ്പം തന്നെ ആഹാരം കൃത്യസമയത്ത് കിട്ടേണ്ടത് വളരെ അത്യാവശ്യമാണ്. രക്താതിസമ്മർദ്ദമുള്ള രോഗികൾക്കും അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനുമൊക്കെ ആഹാരം തയ്യാറാക്കുമ്പോൾ ഈ ഉപ്പും മധുരമൊക്കെ അധികം ചേർക്കുന്നതിന് മുന്നേ അവർക്കുള്ള ഒരു ഭാഗം എടുത്ത് മാറ്റിവെക്കാൻ കുടുംബാംഗങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ രോഗനിയന്ത്രണം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതാകും. ഇതേപോലെ തന്നെ വൃദ്ധരായ രോഗികളുടെ സമയത്ത് മരുന്ന് കഴിക്കുക എന്നുള്ള ഒരു ആവശ്യം പലപ്പോഴും മറവി കൊണ്ട് സാധ്യമാകാതെ പോകും. അത്തരം സമയങ്ങളിൽ അവർക്ക് മരുന്ന് സമയത്ത് എടുത്തു കൊടുക്കാൻ കുടുംബാംഗങ്ങളിൽ ഒരാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെയും രോഗനിയന്ത്രണം കൂടുതൽ കാര്യക്ഷമമായി നമുക്ക് ചെയ്യാൻ സാധിക്കും. രോഗം വരാൻ കാത്തു നിൽക്കാതെ കുടുംബം ഒന്നാകെ ആരോഗ്യകരമായ ശീലങ്ങളിലേക്ക് മാറിയാൽ ജീവിതശൈലി രോഗങ്ങൾ നമുക്കാകെ നിയന്ത്രിക്കുന്നതിന് സാധിക്കും.